ഹായ് സ്റ്റൗട്ട് ഓഫ് സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു നാടൻ കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിക്കും. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം കടുക് ചേർത്ത് പൊട്ടിച്ചു കൊടുക്കുക. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമണമൊക്കെ മാറി വന്ന ശേഷം ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. 2 മീഡിയം സൈസ് സവാളയാണ് ചേർത്തത്, ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചില സ്ഥലത്ത് ഇതിന് കണവെന്നും പറയട്ടോ, ഞങ്ങൾ കൂന്തൽ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറി മസാലയ്ക്ക് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുന്നവരെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയ്ക്ക് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ല രീതിയിലൊന്ന് വഴന്നു വരണം. അതുവരെ നമുക്കൊന്നിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ ചേർത്ത് കൊടുക്കുക. മസാല എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിനകത്ത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതിൽ നിന്നുള്ള വെള്ളം തന്നെ വന്നിട്ട് നമുക്ക് ആ വെള്ളത്തിൽ തന്നെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക വേണ്ടത്. ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അടി പിടിച്ചു പോകരുത്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും നമ്മളെ പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മളെ കൂന്തൽ റോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും കുറച്ചൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.